നിങ്ങളുടെ +2 ബോർഡ് എക്സാമിനേഷൻ മാർക്ക് കൊണ്ട് IIIT ഹൈദരാബാദിലേക്ക് അഡ്മിഷൻ നേടാം എന്ന് നിങ്ങൾക്ക് അറിയോ? കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനൊക്കെ പേര് കേട്ടിട്ടുള്ള സ്ഥാപനമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഹൈദരാബാദ് എന്നുള്ളത്. അവിടേക്കുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? 7 ഡിഫറെന്റ് അഡ്മിഷൻ ചാനൽസ് ഉണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഹൈദരാബാദിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 7 ഡിഫറെന്റ് ചാനൽസ് JEE, SPEC, ദാസ സ്കീം, UGEE, LEEE, ഒളിമ്പ്യാഡ് ബോർഡ്സ് ഇങ്ങനെ തുടങ്ങി 7 ഡിഫറെന്റ് ചാനൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ഈ പറയുന്ന ചാനൽസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. JEE ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പരീക്ഷയാണ് JEE എന്നുള്ളത്. JEE മെയിൻ്റെ സ്കോർ ഈ പറയുന്ന IIIT ഹൈദരാബാദിലെ 2 കോഴ്സുകൾക്ക് അഡ്മിഷൻ ക്രൈറ്റീരിയ ആയിട്ട് പരിഗണിക്കുന്നതാണ്. CSE BTech in Computer Science and Engineering, ECE BTech in Electronics and Communication Engineering എന്ന് പറയുന്നത് 4 വർഷ പ്രോഗ്രാമാണ് രണ്ടും. അപ്പോൾ ഇതിലേക്കുള്ള അഡ്മിഷൻ റിക്വയർമെന്റ്സ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിക്കുന്നില്ല. നിങ്ങളുടെ JEE മെയിൻ 2024, അതായത് ഈ വർഷത്തെ ആണെങ്കിൽ 2024 നിങ്ങളുടെ JEE മെയിൻ്റെ പെർസെൻറ്റൈൽ, സ്കോർ കാർഡ്, അപ്ലിക്കേഷൻ നമ്പർ ഇതൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ കാണാൻ പറ്റും. അപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട സംഗതി ഡൈവേഴ്സിറ്റി എന്നുള്ള സംഗതിയാണ്. IIIT ഹൈദരാബാദിൽ JEE ചാനലിലൂടെ അഡ്മിഷൻ എടുക്കുന്ന ഏകദേശം അറ്റ്ലീസ്റ്റ് 25% എങ്കിലും അത് ഗേൾ സ്റ്റുഡൻസിന് റിസർവ്ഡ് ആണ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. The institute targets at least 25% of the students admitted to the JEE mode to be women. അപ്പോൾ ഗേൾ സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ IIIT ഹൈദരാബാദ് പരിഗണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ സീറ്റ് അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും 2 പ്രോഗ്രാമുകളിലും CSE പ്രോഗ്രാമിലും ECE പ്രോഗ്രാമിലും 25% ഈ പറയുന്ന ഡൈവേഴ്സിറ്റി പൂളിൽ നിന്നാണ്, അതായത് ഗേൾ സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ട് റിസർവ്ഡ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചാനൽ നമുക്ക് നോക്കാനല്ലോ. ഒന്നാമത്തെ ചാനൽ നമ്മൾ മനസ്സിലാക്കി JEE മെയിൻ സ്കോർ വഴി IIIT ഹൈദരാബാദിലെ UG കോഴ്സിലേക്ക് 2 ഡിഫറെന്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാം. ഇനി SPEC വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാനലാണ്, സ്പെഷ്യൽ ചാനൽ ഓഫ് അഡ്മിഷൻ എന്നുള്ളത്. എന്താണ് SPEC എന്നുള്ളത് നോക്കാം. The SPEC mode is a special channel of admission for BTech programs. This channel is aimed at identifying talented students with challenging circumstances. ECEയും അതുപോലെ തന്നെ CSEയും 2 പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ ഈ പറയുന്ന SPEC എന്ന് പറയുന്ന ചാനലിലൂടെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. Am I eligible? എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. You are eligible if you have passed 12th class or equivalent this year with maths, physics, chemistry and belong to one of the following categories. 3 different categories ഉണ്ട്. ഏതൊക്കെയാണത്? You are currently enrolled in the 4th semester of an integrated 6-year 12th plus BTech program. അതായത് 12th കൂടെ BTech കൂടെ ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ 4th സെമസ്റ്റർ കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറി സ്റ്റഡീഡ് അറ്റ് ജവഹർ നവോദയ വിദ്യാലയ JNV ഫ്രം 6th to 12th ക്ലാസ്, 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ JNVയിൽ പഠിച്ച കുട്ടികൾക്കാണെങ്കിലും പറ്റും. ക്വാളിഫൈഡ് ഫോർ ദി ഉഡാൻ സ്കീം ഓഫ് CBSE ഫോർ ഗേൾസ്. CBSEയിലുള്ള പ്രത്യേകമായിട്ടുള്ള സ്കീമാണ്. എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉള്ള ഒരു സ്കീമാണ് ഉഡാൻ സ്കീം. അപ്പോൾ ഉഡാൻ സ്കീമിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്കും ഈ പറയുന്ന UG അഡ്മിഷൻസിലേക്ക്, UG കോഴ്സുകളിലേക്ക്, ECE അതുപോലെ തന്നെ CSE കോഴ്സുകളിലേക്ക് IIIT ഹൈദരാബാദിൽ അഡ്മിഷൻ കിട്ടും. പക്ഷെ അതിന് ഒരു എക്സാമിനേഷൻ IIIT ഹൈദരാബാദ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്ലിക്കൻസ് ഇൻ ദിസ് മോഡ് നീഡ് ടു അപ്പിയർ ഫോർ എ കമ്പ്യൂട്ടർ ബേസ്ഡ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ IIIT ഹൈദരാബാദ്. ദ എക്സാം വിൽ ടെസ്റ്റ് you on subject proficiency. There will be a 25% നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ SPEC എക്സാം ഫോർ 60 minutes ഡ്യൂറേഷൻ ഉള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. ഡേറ്റ് അടക്കം ഈ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ മൾട്ടിപ്പിൾ സെന്റേഴ്സിൽ എക്സാമിനേഷൻ, മൾട്ടിപ്പിൾ സിറ്റീസിൽ എക്സാമിനേഷൻ സെന്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ആയിട്ടുള്ള എക്സാമാണ്. SPEC കാറ്റഗറി വഴി നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധിക്കുന്ന ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്നുള്ളത്. ഇന്റർവ്യൂ കൂടെ അതിന്റെ ഫോളോയിങ് ആയിട്ടുണ്ടാവും. വാട്ട് ഡു ഐ നീഡ് ടു അപ്ലൈ, അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അതിനുള്ള ഡീറ്റെയിൽസ് എന്നുള്ളത് താഴെ വെബ്സൈറ്റിൽ നമുക്ക് കാണാം. അപ്പോൾ 2 ചാനൽസ് നമ്മൾ പരിചയപ്പെട്ടു. ഒന്നാമത്തേത് JEE ചാനൽ ആൻഡ് സെക്കൻഡ് വൺ SPEC എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ചാനലാണ്. തേർഡ് വൺ ദാസ സ്കീം. ദാസ സ്കീമിനെ കുറിച്ചിട്ട് നമ്മുടെ എക്സാം ബൈ ലേണിംഗിന്റെ ചാനലിലും എക്സാം ബൈ JEE ചാനലിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദാസ സ്കീം വഴി കുട്ടികൾക്ക് IIITയിലേക്കും NITയിലേക്കും എങ്ങനെ എളുപ്പത്തിൽ അഡ്മിഷൻ നേടാമെന്നുള്ളത്. സോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. IIIT ഹൈദരാബാദിലേക്കും പറഞ്ഞ പോലെ തന്നെ ദാസ സ്കീമിലുള്ള 2 എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്നുള്ളത് കംപ്ലീറ്റഡ് 11th and 12th or equivalent with maths, physics and chemistry outside India by 2024, അല്ലെങ്കിൽ hold a foreign passport and completed 12th and 11th or equivalent with maths, physics, chemistry anywhere by 2024 എന്നുള്ളതാണ് ക്രൈറ്റീരിയാസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ സാറ്റിന്റെ എക്സാമിനേഷൻ സ്കോർ കൂടെ പരിഗണിക്കും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സാറ്റിന്റെ സ്കോറിൽ ഔട്ട് ഓഫ് എ മാക്സിമം ഓഫ് 1600 മാർക്സിൽ 1070 എങ്കിലും
മിനിമം അഗ്രിഗേറ്റ് സ്കോർ ആയിട്ട് ലഭിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ, അതായത് 2024-25 അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ദാസ സ്കീം വഴി നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് റാങ്കിങ് ക്രൈറ്റീരിയാസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ആൻഡ് അതുപോലെ തന്നെ 5 ഇയർ ഡുവൽ ഡിഗ്രി പ്രോഗ്രാംസും ദാസ സ്കീം വഴിയുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഏതൊക്കെ നമ്പർ ഓഫ് സീറ്റ്സ് എത്രയാണ്, CSE 25ഉം ECE 10 സീറ്റ്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 വഴികൾ പഠിച്ചു. JEE മെയിൻ ആൻഡ് SPEC എന്ന് പറയുന്ന സ്പെഷ്യൽ ചാനൽ, ആൻഡ് പ്രവാസി വിദ്യാർത്ഥികൾക്ക് അബ്രോഡിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ദാസ സ്കീം. ഇനി UGEE എന്ന് പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഈ പറയുന്ന എക്സാമിലൂടെ നമുക്ക് ഡിഫറെന്റ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നേടാൻ പറ്റും. UGEE ബോഡീസ് ഫോർ അഡ്മിഷൻ ടു ഡുവൽ ഡിഗ്രി പ്രോഗ്രാംസിലേക്കാണ് UGEE എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഗ്രാജുവേറ്റ്സ് ഓഫ് ദി ഡുവൽ ഡിഗ്രി പ്രോഗ്രാംസ് ഏൺ 2 degrees, BTech and Master of Science by Research. The master's degree requires completion of a research thesis. The program prepares students for a research-oriented jobs and higher studies. The duration of program is 5 years. അപ്പോൾ 5 വർഷത്തെ ഡുവൽ ഡിഗ്രി പ്രോഗ്രാമിലേക്കാണ് UGEE എന്ന് പറയുന്ന എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താൽ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാവുന്ന കോഴ്സുകൾ എന്നുള്ളത്. അപ്പോൾ ഏതെല്ലാം കോഴ്സുകളാണെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. UGEE എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു എക്സാമിനേഷൻ ആണ്. എന്താണ് എലിജിബിലിറ്റി? പാസ്ഡ് 12th or class equivalent class with maths, physics, chemistry by 2024 എന്നുള്ളതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിന്റെ എക്സാമിനേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള സെക്ഷൻസ് ഏതൊക്കെയാണ്? 2 ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ട്. സബ്ജക്ട് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. 60 മിനിറ്റിന്റെയും 120 മിനിറ്റിന്റെയും 2 എക്സാമിനേഷൻസ് ക്വാളിഫൈ ചെയ്തിരിക്കണം. ആ 2 കാറ്റഗറിയിലുള്ള എക്സാമിനേഷൻ ഉൾക്കൊള്ളുന്നതാണ് UGEE എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ 4th മെയ്യിലാണ്, ഏകദേശം മെയ് മാസത്തിലാണ് എക്സാമിനേഷൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ റൗണ്ടും നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇന്റർവ്യൂയുടെ ഡേറ്റ് അടക്കം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡൈവേഴ്സിറ്റി, ഗേൾസിനുള്ള പ്രത്യേക റിസർവേഷനും ഈ പറയുന്ന UGEE ത്രൂ ഉള്ള അഡ്മിഷനും പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ബാക്കി അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആൻഡ് സംഗതികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ 4 ഡിഫറെന്റ് ചാനൽസ് നമ്മൾ പരിചയപ്പെട്ടു. 5ാമത്തെ ചാനലിലേക്ക് നമ്മൾ പോയി നോക്കാം. ഏതാണ് 5ാമത്തെ ഡിഫറെന്റ് ചാനൽ? LEE ലാറ്ററൽ എൻട്രി എൻട്രൻസ് എക്സാം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പോളിടെക്നിക് കഴിഞ്ഞ് BTechലേക്ക് ലാറ്ററൽ എൻട്രി സ്കീം വഴി എൻട്രി ചെയ്യാറുണ്ട്. ഇനി എന്താണ് IIIT ഹൈദരാബാദിലേക്കുള്ള ലാറ്ററൽ എൻട്രി? The LEE mode is for lateral entry to dual degree programs. Graduates of the dual degree programs earn 2 degrees, BTech and Master of Science by Research. The master degree requires completion of research thesis. The program prepares students for research-oriented jobs and higher studies. The duration of program is 4 years. അപ്പോൾ 4 വർഷത്തെ കോഴ്സാണ് LEE ത്രൂ വരുന്ന നമ്മുടെ കോഴ്സിലേക്ക്, IIIT ഹൈദരാബാദ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഡിഫറെന്റ് കോഴ്സുകളായിട്ടുള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ECD ആൻഡ് CSD പ്രോഗ്രാംസ് ആർ ബിലോ. എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്ലിക്കൻസ് കംപ്ലീറ്റിംഗ് ദർ 4 സെമസ്റ്റർ ഓഫ് BE, BTech and ECE, ETE, EIE, EEE, IoT, ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബൈ ജൂലൈ 2024. അപ്പോൾ 4th സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കാണ്, ഈ പറയുന്ന സ്ട്രീമുകളിൽ 4th സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രി വഴി IIIT ഹൈദരാബാദിലെ ഡുവൽ ഡിഗ്രി മാസ്റ്റർ ഓഫ് സയൻസ് ബൈ റിസർച്ച് കൂടെ ഉൾക്കൊള്ളുന്ന 4 വർഷത്തെ ഡുവൽ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. റെഡി? ഇനി നോക്കൂ, CSD എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കും നമുക്ക് BTech ഇൻ CSE, IT, AI, ML, ഡാറ്റാ സയൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് 4th സെമസ്റ്റർ കഴിഞ്ഞ കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രി വഴി IIIT ഹൈദരാബാദിൽ പ്രവേശിക്കാം. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 60 മിനിറ്റ്സിനും സബ്ജക്ട് ടെസ്റ്റ് 120 മിനിറ്റ്സിനുമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഇന്റർവ്യൂ എല്ലാം നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി താഴെ നമുക്ക് എക്സാമിനേഷന്റെ സിലബസ് അടക്കം എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, മാത്തമാറ്റിക്സ് ആണെങ്കിൽ ലീനിയർ ആൾജിബ്ര, പ്രോബബിലിറ്റി, കാൽക്കുലസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എക്സാമിനാണെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നടക്കം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് അടക്കം നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഒളിമ്പ്യാഡ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒളിമ്പ്യാഡുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. പ്രത്യേകമായിട്ട് എക്സാൻവേ ലേണിംഗ്, ഒളിമ്പ്യാഡ് എക്സാമുകൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള കോച്ചിങ്ങുകളും എക്സാൻവേ ഒളിമ്പ്യാഡ്സ് എന്ന് പറഞ്ഞ പ്രത്യേകമായിട്ടുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഒളിമ്പ്യാഡുകൾ ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് ഈ പറയുന്ന IIIT ഹൈദരാബാദിലേക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് താഴെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് ഇൻ ഇൻഫോർമാറ്റിക്സ് INOI എന്ന് പറയുന്ന ഒളിമ്പ്യാഡാണ് ഒന്നുള്ളത്. സയൻസ് ഒളിമ്പ്യാഡ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ആസ്ട്രോണമി, പിന്നെ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്, ഇന്റർനാഷണൽ ലിംഗ്വിസ്റ്റിക്സ് ഒളിമ്പ്യാഡ് IOL ആൻഡ് പനീനിയൻ ലിംഗ്വിസ്റ്റിക്സ് ഒളിമ്പ്യാഡ് PLO. ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക്
എന്ത് പറ്റും, IIT ഹൈദരാബാദിലേക്ക് ഒളിമ്പ്യാഡ് കാറ്റഗറി വഴി അഡ്മിഷൻ നേടാം എന്നുള്ളതും അവർക്കും പ്രത്യേകമായിട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. റെഡി? ഇനി അടുത്ത ഒരു ചാനലിലേക്ക് നമുക്ക് പോയി നോക്കാം. എന്താണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബോർഡ്സ്. ഡിഫറെന്റ് ബോർഡ് എക്സാമിനേഷൻസിന്റെ സ്കോർ വഴി IIT ഹൈദരാബാദിലേക്ക് അഡ്മിഷൻ നേടാമെന്ന് പറയുന്നു. ഏതൊക്കെയാണ് ആ മോഡ് ഓഫ് അഡ്മിഷൻ, ഏതൊക്കെ ബോർഡിലുള്ള മാർക്കുകൾ പരിഗണിക്കും നോക്കാം. You are eligible if you have passed 12th class or equivalent to 90% or more in mathematics in any central or state board by the application closing deadline in 2024. Categories ഇവിടെ mentioned scored 90% or more as aggregate in maths, physics, chemistry. In this category, applicants are eligible for only CND program. അപ്പോൾ 90% അല്ലെങ്കിൽ കൂടുതൽ അഗ്രിഗേറ്റ് ആയിട്ട് മാത്സും ഫിസിക്സ് കെമിസ്ട്രിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. സ്കോർഡ് 85% or more as aggregate in maths and any one of the subjects among the following: history, political science, geography, economics എന്നുകൊണ്ട് കുറച്ചുകൂടി ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ അറ്റ്ലീസ്റ്റ് ഇത്ര പെർസെൻറ്റേജ് മാർക്കുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മേ ബി ഓരോ വർഷവും മാറാൻ സാധ്യതയുണ്ട്. 2024-25 അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട ക്രൈറ്റീരിയാസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ റാങ്കിങ് ക്രൈറ്റീരിയാസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. പെർസെൻറ്റേജ് ഒബ്റ്റൈൻ ഇൻ മാത്തമാറ്റിക്സും ടോട്ടൽ പെർസെൻറ്റേജ് ഇൻ ബോർഡ് എക്സാം രണ്ടും പരിഗണിക്കുന്നതാണ് എന്നുള്ളതും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. സോ ഇന്റർവ്യൂ അതുപോലെ തന്നെ ഫോളോയിങ് ആയിട്ടുണ്ടായിരിക്കും. ബാക്കി എത്ര സീറ്റുകളാണ് ഓരോ കോഴ്സിലുള്ളത് എന്നുള്ളതും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് 7 അഡ്മിഷൻ ക്രൈറ്റീരിയാസ്, അഡ്മിഷൻ ചാനൽസ് IIT ഹൈദരാബാദിലേക്കുള്ള UG കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. +2 കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പുകളിലും ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. IIT ഹൈദരാബാദ് എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും പഠിക്കാൻ സാധിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു പ്രീമിയർ സ്ഥാപനം തന്നെയാണ്. ആരും ഈ ഒരു ഇൻഫർമേഷൻ മിസ് ഔട്ട് ചെയ്യരുത്. പ്രത്യേകമായിട്ട് സ്കൂൾ ലെവലിലൊക്കെ ഇപ്പോഴേ നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒളിമ്പ്യാഡ് പരീക്ഷകൾക്ക് കൃത്യമായിട്ട് തയ്യാറെടുക്കാൻ പറയാം. നമ്മൾ എക്സാം ബൈ ലേണിംഗിൽ ഫൗണ്ടേഷൻ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് കുട്ടികളെ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും, അതിനെ കോമ്പീറ്റന്റ് ആക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടീം ഓഫ് IITians ആൻഡ് ഡോക്ടേഴ്സ് നിരന്തരമായിട്ട് വർക്ക് ചെയ്യുന്നതും ഇതിനു വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് കുട്ടികൾക്ക് പരമാവധി എത്തിച്ചു കൊടുക്കുക, അതിന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക, കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക, പരമാവധി ഇൻഫർമേഷൻസും കരിയറുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയിട്ടാണ്. സോ താഴെയുള്ള കമന്റ് ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ എക്സാം ബൈ കരിയർ അപ്ഡേറ്റ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. സംശയങ്ങൾ നമുക്ക് റിപ്ലൈ ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.